കൊച്ചി കോർപ്പറേഷൻ ബജറ്റ് അവതരണം അലങ്കോലപ്പെടുത്തി പ്രതിപക്ഷം. ബജറ്റ് കോപ്പികൾ കീറിയെറിഞ്ഞ UDF അംഗങ്ങൾ ഡെപ്യൂട്ടി മേയറെ ആക്രമിക്കാനും ശ്രമിച്ചു. ഇതിനിടെ സെക്രട്ടറി ബജറ്റ് മേശപ്പുറത്ത് വെച്ചു. അസാധാരണ സംഭവങ്ങളാണ് കൗൺസിൽ ഹാളിൽ അരങ്ങേറിയതെന്നും ശാരീരിക ആക്രമണത്തിന് പ്രതിപക്ഷം മുതിർന്നത് ഒട്ടും ഗുണകരമല്ലെന്നും മേയർ അഡ്വക്കേറ്റ് അനിൽകുമാർ പ്രതികരിച്ചു. ബജറ്റ് അവതരണത്തിന് മുൻപ് തന്നെ പ്രതിപക്ഷം ബഹളവുമായി രംഗത്തെത്തുകയായിരുന്നു. പിന്നീട് ഭരണപക്ഷം കൗൺസിൽ ഹാളിലേക്ക് എത്തിയതോടെ മേയറുടെ ഡയസിലേക്ക് പ്രതിപക്ഷം ഇരച്ചെത്തി. തുടർന്ന് ബജറ്റ് കോപ്പികൾ കീറിയെറിയുകയും ഡെപ്യൂട്ടി മേയറെ ആക്രമിക്കാനുമായി ശ്രമം. നടന്ന കാര്യങ്ങൾ ഒട്ടും ശുഭകരമല്ലെന്ന് മേയർ അനിൽകുമാർ പ്രതികരിച്ചു. മേയർ ഡെപ്യൂട്ടി മേയറെ കയറ്റി കസേരയുടെ അടുത്ത് ഇരുത്തിയപ്പോഴാണ് ഞങ്ങളുടെ തർക്കമെന്നല്ലേ പറഞ്ഞത്. പക്ഷെ കസേര കയറ്റി ഇരുത്തുന്നതിന് മുമ്പ് അവരെൻ്റെ മേയർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുകയും എൻ്റെ തലയില്ലാത്ത പോസ്റ്ററും കൊണ്ടല്ല അവർ കൗൺസിലിനകത്തേക്ക് കയറി വന്നു. ഇതിൽ കൂടുതൽ തെളിവ് ഞാൻ പറയുന്നത്, ഈ നാട്ടിൽ അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്ക് ഇതിൽ കൂടുതൽ തെളിവ് എന്താ വേണ്ടത്? ഒന്ന്. രണ്ട്, എന്തുകൊണ്ട് എന്നെ ആമുഖ പ്രസംഗം എന്നെ വായിക്കാൻ അനുവദിച്ചില്ല? എന്തുകൊണ്ട് എനിക്ക് ആമുഖ പ്രസംഗം നടത്താനുള്ള ഒരു അവസരം അവർ നഷ്ടപ്പെടുത്തി? മുനിസിപ്പൽ ആക്ട് 290 പ്രകാരമായിരുന്നു കോർപ്പറേഷൻ ബജറ്റ് അവതരിപ്പിച്ചത്. ഉദ്യോഗസ്ഥർ തയ്യാറാക്കി അവർ തന്നെയാണ് ബജറ്റ് മേശപ്പുറത്ത് വെച്ചത്. ചട്ടപ്രകാരം ബജറ്റിന് മുൻപ് ഡെപ്യൂട്ടി മേയറുടെ അധ്യക്ഷതയിൽ നടക്കേണ്ട ഫിനാൻസ് കമ്മിറ്റി യോഗം ചേരാത്തതിനാലാണ് ചട്ടപ്രകാരമുള്ള ഉദ്യോഗസ്ഥ ബജറ്റിലേക്ക് കോർപ്പറേഷൻ നീങ്ങിയത്. വ്യക്തിപരമായ അസൗകര്യങ്ങളാലാണ് ഫിനാൻസ് കമ്മിറ്റി ചേരാൻ കഴിയാതെ പോയതെന്ന് ഡെപ്യൂട്ടി മേയർ KA അൻസിയ വിശദീകരിക്കുകയും ചെയ്തു. ഫിനാൻസ് കമ്മിറ്റിയിൽ ഇത്രയൊരു കാര്യമാണ് എനിക്ക് ബജറ്റുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കാൻ പറ്റാതിരുന്നത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യം കൊണ്ട് തന്നെയാണ്. ഹോസ്പിറ്റൽ കേസ് ആയതുകൊണ്ട് തന്നെ അത് ഞാൻ മേയറിനെ വിളിച്ച് സംസാരിച്ചിട്ട് കമ്മിറ്റിയിലെ എല്ലാ അംഗങ്ങൾക്കും അത് അറിയാവുന്ന കാര്യം തന്നെ. അതേസമയം തലയില്ലാത്ത ബജറ്റെന്ന് ആക്ഷേപിച്ച് പ്രതിപക്ഷം കൗൺസിലിന് പുറത്തും പ്രതിഷേധം തുടരുകയായിരുന്നു. കൈരളി ന്യൂസ്, കൊച്ചി.